ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിലെ ഇലക്ട്രിക് എനർജി കൺസംപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിന്റെ ലെറ്റസ് അസസ് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റിനും സെക്കൻഡ് ക്വസ്റ്റിനും നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യമാണ്. അപ്പോൾ വെൽക്കം ടു ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യമായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ SSLCക്കൊക്കെ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ ഇത്. ഇൻ എ ഹൗസ് 500 watt ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റ്സ് ഫോർ 1 hour. ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് വായിക്കണം. ഒരു ഇസ്തിരിപ്പെട്ടി ഉണ്ടായിരുന്നു. ആ ഇസ്തിരിപ്പെട്ടിയുടെ പവർ 500 വാട്ടാണ്. ആ ഒരു ഇസ്തിരിപ്പെട്ടി എന്ന് പറയുന്ന സാധനം 1 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിച്ചു ഒരു വീട്ടിൽ. ഓക്കെ, ഏതോ ഒരു വീട്ടിൽ 1 മണിക്കൂർ നേരത്തേക്ക് 500 പവർ ഉണ്ടായിരുന്ന ഇസ്തിരിപ്പെട്ടി ഇലക്ട്രിക് അയൺ എന്ത് ചെയ്തു? പ്രവർത്തിപ്പിച്ചു. അതുപോലെ 2 ഫാനുകൾ 40 വാട്ടിന്റെ ഫാനുകൾ 8 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിച്ചു. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അതുപോലെ 5-12 വാട്ടിന്റെ LED ബൾബ് 10 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലുണ്ടായ ആ ഒരു ഹൗസിലുണ്ടായ യൂണിറ്റ് എനർജി കൺസംഷൻ പെർ ഡേ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ദിവസത്തിൽ എത്ര യൂണിറ്റ് എനർജി ആണ് അവർ കൺസ്യൂം ചെയ്തത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു 3 സാധനങ്ങളാണ് അവിടെ ഉണ്ടായത്. ആ 3 സാധനങ്ങളുടെയും എന്ത് കൊടുത്തിട്ടുണ്ട്? പവറും കൊടുത്തിട്ടുണ്ട്. അത് എത്ര എണ്ണ ഉണ്ടെന്നും കൊടുത്തിട്ടുണ്ട്. എത്ര മണിക്കൂർ നേരത്തേക്കാണ് പ്രവർത്തിച്ചത് എന്നും കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്? ഇവിടുത്തെ എനർജി കൺസംഷൻ കാണണം അല്ലേ? അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചു നോക്കിക്കോണേ മക്കളെ, കൃത്യമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ആദ്യം നമ്മൾ ഇസ്തിരിപ്പെട്ടി എടുക്കുകയാണ് കേട്ടോ. ഇലക്ട്രിക് അയേൺ എടുക്കുകയാണ്. അയേണിന്റെ എനർജി കൺസപ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പവർ ഇൻറ്റു ടൈം ആണ് അല്ലെ? പവർ ഇൻറ്റു ടൈം ആണ്. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 500 വാട്ടാണ് എന്ത് ഈ പറഞ്ഞ പവർ എന്ന് പറയുന്നത്. പക്ഷെ മക്കളെ, നമുക്ക് വാട്ടിലല്ല ചെയ്യേണ്ടത്. നമ്മൾ യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിനെ കിലോ വാട്ടിലേക്ക് മാറ്റണം. എന്ന് പറഞ്ഞാൽ ഈ 500നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്കിലേ അത് എന്തിലേക്ക് മാറുള്ളൂ? കിലോ വാട്ടിലേക്ക് മാറുള്ളൂ. ഓക്കെ, 500 എന്ന് പറയുന്നത് വാട്ടിലായിരുന്നു. നമുക്കതിനെ കിലോ വാട്ടിലേക്ക് മാറ്റണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, യെസ്. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ് കേട്ടോ. അപ്പൊ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊണ്ട് നിങ്ങൾ ഇൻറ്റു ചെയ്യാം. ഓക്കെ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും, ഇവിടെ 2 സീറോസ് ക്യാൻസലായി. 5/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 കിലോ വാട്ട് അവർ എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇസ്തിരിപ്പെട്ടി മാത്രം കൺസ്യൂം ചെയ്ത എനർജിയാണ് നമുക്ക് 0.5 കിലോ വാട്ട് അവർ എന്ന് കിട്ടിയത്. യൂണിറ്റ് മുഖ്യമാണ്. യൂണിറ്റ് മുഖ്യം ബിഗിലേ എന്ന് പറയുന്ന പോലെ യൂണിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇടണം. കിലോ വാട്ട് അവർ ആണ് ഇടേണ്ടത്. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് കണ്ടുപിടിക്കാം. അടുത്തത് ഏത് ഡിവൈസ് ആയിരുന്നടാ? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. 2 ഫാനുകൾ ഉണ്ട് അല്ലെ? 2 ഫാനുകൾ ഉണ്ട്. 40 വാട്ടിന്റെ 8 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിച്ചു. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ചെയ്യാം. ഫാനിന്റെ ചെയ്യാം. ഓക്കെ, ഫാനിന്റെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫാനിൻ്റെത് എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. പക്ഷേ ഇവിടെ 2 ഫാനുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? യെസ്, 2 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം ഇവിടെ 2 ഫാനുകൾ ഉണ്ട്. അതുകൊണ്ട് എണ്ണം കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ നമുക്കിവിടെ ചെയ്യാം. പവർ എന്ന് പറയുന്നത് 40 ആയിരുന്നല്ലോ. അപ്പൊ 40/1000. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ 1000 കൊണ്ട് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്? യെസ്, കിലോ വാട്ട് അവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റു എത്ര മണിക്കൂർ നേരത്തേക്കാടാ? 8 മണിക്കൂറല്ല നമ്മൾ പറഞ്ഞത്? 8 ഇൻറ്റു 2. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എത്ര കിട്ടൂടാ? 0. എത്ര കിട്ടും? 04 ഇൻറ്റു 8 ഇൻറ്റു 2 അല്ലെ? 2 8 16. അങ്ങനെ നമുക്ക് ചെയ്യാം. 0. എത്ര വരും? 16. 0.04 ഇൻറ്റു 16. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 16 ഇൻറ്റു 4 നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കൂ. 16 ഇൻറ്റു 4 6 4s are 24. 4ഉം 6ഉം അല്ലെ? 0. എത്ര വരും? 64 എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? 0.64 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് ഫാനിൻ്റെതായിട്ടുള്ള എന്ത് കിട്ടുക? ഈ പറഞ്ഞ എനർജി കൺസപ്ഷൻ കിട്ടുക. ഓക്കെ, 2 ഫാനിന്റെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതുപോലെ നമുക്ക് ഇനി ആരുടെയും കണ്ടുപിടിക്കണം? ഈ പറഞ്ഞ LED ബൾബിന്റെയും കണ്ടുപിടിക്കണം. LED ബൾബ് 12 വാട്ടിന്റെ ആയിരുന്നു. 5 എണ്ണം ഉണ്ടായിരുന്നു. 10 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിച്ചു. അപ്പൊ നമുക്ക് LEDയുടെ കണ്ടുപിടിക്കാം. യെസ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതിക്കോളൂ. LEDയുടെ കണ്ടുപിടിക്കാനായിട്ട് എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ചെയ്യുക. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. 5 LED ബൾബ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ പവർ കണ്ടുപിടിക്കൂ. പവർ എന്ന് പറയുന്നത് 12 ആണ് അല്ലേ? അപ്പൊ 12 ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരത്തേക്കാണ്? 10 മണിക്കൂർ അല്ലേ? അപ്പൊ 10
ഇൻറ്റു എന്ത് ചെയ്യണം? 5 എണ്ണമായിരുന്നു. ഇവിടെ നമ്മൾ 12/1000 ചെയ്യണം. കാര്യം ഞാൻ പറഞ്ഞു വാട്ടിനെ നമുക്ക് കിലോ വാട്ടിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ 12-നെ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ 0 പോയി, ഇവിടെ 0 പോയി. നമുക്ക് കിട്ടിയത് എന്താണ്? യെസ്, നിങ്ങൾ തന്നെ പറയൂ, എത്ര കിട്ടി? 0.12 ഇൻറ്റു 5 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 5 നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടും എന്ത് കിട്ടൂടാ? 0.6 കിട്ടും അല്ലെ? 0.6 കിട്ടും. 0.60 അല്ലെങ്കിൽ 0.6 കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഇലക്ട്രിക് അയൺ കൺസ്യൂം ചെയ്തത് 0.5 ആണ്. അതുപോലെ തന്നെ ഫാനുകൾ, 2 ഫാനുകൾ കൺസ്യൂം ചെയ്തത് 0.64 ആണ്. അതുപോലെ LED ബൾബ് കൺസ്യൂം ചെയ്തത് 0.6 ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ എനർജി കൺസ്യൂംഡ് കാണണം അല്ലെ? ടോട്ടൽ എനർജി കൺസ്യൂംഡ്, ടോട്ടൽ എനർജി. അപ്പൊ ടോട്ടൽ എനർജി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിയാൽ മതി. അതായത് ഇലക്ട്രിക് അയേണിന്റെ കൺസ്യൂം ചെയ്തത് കൂട്ടുക, അതുപോലെ 5 LED ബൾബിന്റെ കൂട്ടുക, അതുപോലെ 2 ഫാനിന്റെയും കൂട്ടുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ മാത്രം എനർജി കൺസ്യൂംഡ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും എത്രയാണ്? യെസ്, 0.6 പ്ലസ് 0.64 പ്ലസ് എത്ര കിട്ടൂടാ? 0.5 അല്ലെ? 0.5. ശ്രദ്ധിച്ച് നോക്കണേ മക്കളെ, ഇതൊന്നും മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അപ്പൊ 0.6ഉം 0.64ഉം 0.5ഉം ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് കിട്ടും 6 6ഉം 12ഉം 12ഉം 5ഉം 17ഉം ബാക്കി 1.74 എന്ന് കിട്ടും. എത്ര കിട്ടൂടാ? 1.74. അപ്പൊ 1.74 കിലോ വാട്ട് അവർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് കിട്ടുക. ഓക്കെ, അപ്പൊ 1.74 അല്ല നമ്മൾ പറഞ്ഞത്? യെസ്, 1.74. ശ്രദ്ധിച്ച് എഴുതിക്കോണേ മക്കളെ, 1.74 യൂണിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ടോട്ടൽ എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടുക. ചെയ്ത കാര്യം വളരെ സിമ്പിൾ ആണ്. എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഓക്കെ, അവിടെ നമ്മൾ ഇലക്ട്രിക് അയേണിന്റെ പവർ കണ്ടുപിടിച്ചു, എനർജി കണ്ടുപിടിച്ചു. അതുപോലെ ഈ പറഞ്ഞ 2 ഫാനിന്റെ എനർജി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ LEDയുടെയും എനർജി കണ്ടുപിടിച്ചു. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ദിവസത്തെ മാത്രം എനർജി കൺസ്യൂംഡ് കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെയധികം കാൽക്കുലേഷൻ ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാൽക്കുലേഷൻ പാർട്ട് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ഹൗസ് എ 600 വാട്ട് ഗ്രൈൻഡർ ഓപ്പറേറ്റ്സ് ഫോർ 1 അവർ. ഒരു ഗ്രൈൻഡർ ഉണ്ടായിരുന്നു, അതിന്റെ പവർ എന്ന് പറയുന്നത് 600 വാട്ട് ആണ്. അത് പ്രവർത്തിച്ച സമയവും തന്നിട്ടുണ്ട്. എത്ര മണിക്കൂറാണ്? 1 മണിക്കൂറാണ് അല്ലെ? യെസ്. 360 വാട്ട് ഫാൻസ് ഫോർ 6 അവേഴ്സ്. അതുപോലെ ആ വീട്ടിലുണ്ടായിരുന്നത് ഒരു ഫാന് അല്ലെ? എത്ര ഫാൻ ഉണ്ടായിരുന്നു? 3 ഫാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് 60 വാട്ടിന്റെ 3 ഫാനുകൾ എത്ര നേരത്തേക്ക് പ്രവർത്തിച്ചു? യെസ്, 6 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിച്ചു. ആൻഡ് 10 വാട്ട് LED ബൾബ് ഫോർ 10 അവേഴ്സ് ഡെയിലി. അത് നല്ലൊരു വരിയാണ് അല്ലെ? 10 LED ബൾബ് ഉണ്ടായിരുന്നു, അതിന്റെ പവർ കൊടുത്തിട്ടുണ്ട് 10 വാട്ടാണ്. അത് എത്ര മണിക്കൂർ നേരത്തേക്കാണ് പ്രവർത്തിച്ചത്? യെസ്, 10 മണിക്കൂർ നേരത്തേക്കാണ് പ്രവർത്തിച്ചത്. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് 10 വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്? വാട്ട് വിൽ ബി ദ എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ്സ് പെർ മന്ത്. ഒരു മാസത്തേക്ക് അവിടെ ഉണ്ടായ അല്ലെങ്കിൽ അവിടെ കൺസ്യൂം ചെയ്ത എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എനർജി കൺസ്യൂംഡ് കാണാൻ മക്കളെ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ഉണ്ടായിരുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഗ്രൈൻഡർ ഉണ്ടായിരുന്നു, അതുപോലെ ഫാനുകൾ ഉണ്ടായിരുന്നു അല്ലെ? 3 ഫാൻ ഉണ്ടായിരുന്നു, അതുപോലെ 10 LED ബൾബുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിന്റെയും എനർജി കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടി സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് ടോട്ടൽ എനർജി കൺസ്യൂംഡ് കിട്ടും. അത് ഒരു മാസത്തേക്ക് ആക്കുന്ന രീതിയും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ ആദ്യം ഗ്രൈൻഡറിന്റെ എനർജി കൺസ്യൂംഡ് കണ്ടുപിടിക്കാൻ പോവാണ്. ഗ്രൈൻഡറിന്റെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്താ ചെയ്താൽ മതി? യെസ്, എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ് ചെയ്യുന്നത്. അപ്പൊ പവർ നമുക്കറിയാം 600 വാട്ട് ആണ്. അപ്പൊ 600 ബൈ 1000 ചെയ്യണം. എന്തിനാ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുന്നത്? യെസ്, കിലോ വാട്ടിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് 0 പോയി. ഇനി 6/10 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. ഓക്കെ, 0.6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 0.6 തന്നെയാണ്. ദാറ്റ് ഈസ് കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ 0.6 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. ഇതുപോലെ നമ്മൾ ആരുടെയും കാണണം. നമുക്കിനി അടുത്തത് കാണേണ്ടത് 3 ഫാനുകളുടെ ആണ് അല്ലെ? നമുക്കിനി ചെയ്യാം. ഫാനിന്റെ ആണ് ഞാൻ ചെയ്യുന്നത്. ഫാനിന്റെ കാണണമെങ്കിൽ എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം തന്നെയാണ്. പവർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? യെസ്, 60 വാട്ട് ആണ്. 60 ബൈ 1000
ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചു നോക്കൂ. ടൈം 6 മണിക്കൂർ നേരത്തേക്കാണ് പ്രവർത്തിച്ചത് അല്ലേ. അപ്പോൾ ടൈം 6 എന്ന് കൊടുക്കുക. ഇൻറ്റു 3 എന്ന് കൂടി കൊടുക്കണം. കാര്യം നമുക്കിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഫാനല്ല ഇവിടെ പ്രവർത്തിച്ചത്. എത്ര ഫാനുകളാണ് പ്രവർത്തിച്ചത്? 3 ഫാനുകൾ പ്രവർത്തിച്ചു. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ 3 ഫാനാണ് പ്രവർത്തിച്ചത്, അതുകൊണ്ട് 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൈൻഡറേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. ഒരെണ്ണം 1 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെയാണ്. പക്ഷേ ഫാന് 3 ഉള്ളതുകൊണ്ട് 3 കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് നിങ്ങൾ ക്ലിയർ ആക്കി എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം എന്ത് ചെയ്തു പോകും? തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പം നമുക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് ഒരു 0 പോയി, മറ്റൊരു 0 പോയി. നമുക്കിനി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 6 36 0.36 ഇൻറ്റു 3 എന്ന് കിട്ടും അല്ലെ. 0.36 ഇൻറ്റു 3. അപ്പം ഞാനിവിടെ സൈഡിൽ ചെയ്ത് നോക്കുകയാണ്. 36 ഇൻറ്റു 3 ചെയ്തു. 36 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും യെസ് 3 18 അല്ലേ. 18 ബാക്കി എത്ര വന്നൂടാ? യെസ് 108. അതായത് ഇവിടെ പോയിന്റ് നീക്കുമ്പോൾ നമുക്ക് കിട്ടും 1.08 kWh എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫാനിൻ്റെ 3 ഫാനിൻ്റെയും എനർജി കൺസ്യൂംഡ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതുപോലെ നമുക്ക് ആരുടെയും കാണണം? LED ബൾബിൻ്റെയും കാണണം. LED ബൾബ് 10 10 10 ആയിരുന്നു അല്ലേ. അപ്പം നമുക്ക് കാണാം LED ബൾബിൻ്റെ കാണണം. LED ബൾബിൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടൈം ഇൻറ്റു എണ്ണം അല്ലേ. എണ്ണം എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് ചെയ്യാം. പവർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 10 വാട്ടിൻ്റെ ബൾബാണ് അല്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും 10/1000 ഇൻറ്റു എത്ര നേരത്തേക്ക് അത് പ്രവർത്തിച്ചത്? 10 മണിക്കൂർ നേരത്തേക്കാണ് പ്രവർത്തിച്ചത്. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യണം? 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു എണ്ണം എത്ര എണ്ണ എന്നുള്ളത് നോക്കണ്ടേ? യെസ്, ഇവിടെ 10 LED ബൾബുകളാണ് ഉള്ളത്, അതുകൊണ്ട് 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആ എണ്ണം കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യുക, 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 0 0 പോയി, 0 0 പോയി, 0 0 പോയി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ 1 kWh എന്ന് കിട്ടും. ആരുടെ? LED ബൾബിൻ്റെ മാത്രം. ഓക്കെ, നമുക്കിനി ടോട്ടൽ എനർജി കൺസ്യൂംഡ് കിട്ടണം അല്ലെ. ടോട്ടൽ എനർജി കിട്ടണം. എന്ത് കിട്ടണം? ടോട്ടൽ എനർജി. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ എല്ലാം കൂട്ടണം? യെസ്, ഗ്രൈൻഡറിന്റെ കൂട്ടണം, അതുപോലെ ബൾബിന്റെ കൂട്ടണം, അതുപോലെ തന്നെ ഫാനിന്റെ 3 ഫാനിന്റെയും കൂട്ടിയാൽ മാത്രമേ നമുക്ക് ടോട്ടൽ എനർജി കൺസ്യൂംഡ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂട്ടാം. എത്രയാണ്? 0.6. എൻ്റെ കൂടെ തന്നെ മക്കളെ നിങ്ങൾ ചെയ്തു പോകണേ. 0.6 പ്ലസ് ഇനി ഫാനിന്റെ ആണല്ലോ 1.08 പ്ലസ് ഇനി നമുക്ക് എനർജി കൺസ്യൂംഡ് ബൈ LED ബൾബ് അത് എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പം ഞാനിവിടെ സൈഡിൽ ചെയ്ത് നോക്കുകയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. 2.08 നമുക്ക് ചെയ്യാമല്ലോ. 1.00 പ്ലസ് 1.08 പ്ലസ് 0.60. കുഞ്ഞു കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണ പോലെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. എത്ര കിട്ടൂടാ? 2.68 എന്നല്ല നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കരുത്. 2.68 എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒരു ദിവസത്തെ കണക്കാണ്. എത്ര? 2.68 യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രം വെച്ചിട്ടുള്ള കണക്കാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ദിവസത്തെ കണക്കാക്കാനാണ്? പെർ മന്ത്, ഒരു മാസത്തെയാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഒരു മാസത്തിൽ 30 ദിവസം വെച്ച് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, 31 വരാം, 30 ദിവസം വെച്ച് ഞാൻ അപ്രോക്സിമേറ്റ്ലി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് ഒരു മന്തിലെ അല്ലെ 1 മന്തിലെയാണ് കാണേണ്ടത്. ഒരു മാസത്തിലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ 2.68നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സൈഡിൽ ചെയ്ത് നോക്കുകയാണ്. 268 ഇൻറ്റു 3 അല്ലെ 3 8 24. നമുക്ക് 3 6 18 20 ബാക്കി 2 വന്നു. 3 2 6 7 8 അല്ലേ 8. അപ്പം നമുക്ക് കിട്ടി 804 എന്ന് കിട്ടി. 804 ഇനി നമുക്ക് പോയിന്റ് മാറ്റുമ്പോൾ എത്ര വരുവാടാ? 80.4 എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ. 80.4 യൂണിറ്റ് എന്ന് കിട്ടും. ഇതാണ് ഒരു മാസത്തെ കണക്ക് മക്കളെ. ശ്രദ്ധിച്ചു നോക്കണം. ഒരു മാസത്തെ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ കിട്ടിയ യൂണിറ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 30 ദിവസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു മാസത്തെ കണക്ക് കിട്ടുക. ഓക്കെ, ഒരു മാസത്തെ ടോട്ടൽ കൺസ്യൂംഡ് കിട്ടുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഒരു മാസം 80.4 യൂണിറ്റ് ആയിരിക്കും ഈ പറഞ്ഞ 3 ഡിവൈസസും എന്ത് ചെയ്തിട്ടുണ്ടാവുക? യെസ്, കൺസ്യൂം ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ ആണല്ലോ? യെസ്, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇഫ് ദ അപ്ലയൻസ് ഓപ്പറേറ്റ് ഇൻ ദ സെയിം വേ
കാൽക്കുലേറ്റ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ എത്ര ദിവസത്തേക്ക്? യെസ്, 2 months ഇൻ ദാറ്റ് ഹൗസ്. ഈ ഒരു വീട്ടിലെ 2 മാസത്തേക്കുള്ള ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ കണക്കാക്കണം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ചെയ്ത് നോക്കാവുന്നതാണ്, കറക്റ്റ് വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മാസത്തെ ബില്ല് നമുക്ക് കണക്കാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മുകളിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ നമ്മളൊന്ന് നോക്കണം. ഓക്കെ, മുകളിൽ കൊടുത്തിട്ടുള്ള ടേബിൾ നോക്കുക. അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞു 1 മാസത്തേക്കാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത് 80.4 എന്നുള്ളത് അല്ലേ. അത് 2 മാസത്തിലേക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? യെസ്, ഇതിനെ ഇരട്ടിയാക്കേണ്ടി വരും അല്ലേ. ഇതിനെ ഇരട്ടിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തെ, ഞാൻ ബി ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്, ശ്രദ്ധിച്ച് നോക്കണം എല്ലാവരും. ബി ക്വസ്റ്റ്യനിൽ നമുക്ക് 2 മാസത്തെ കണക്കാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഈ 80.4ന്റെ കൂടെ എന്ത് ചെയ്യണം? 2 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര കിട്ടൂടാ? 80.4ഉം 80.4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 160.8 എന്ന് കിട്ടും അല്ലേ. 160.8. അപ്പം 2 മാസത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത് 160.8. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ പുറകിലേക്ക് പോയിട്ട് കാണണം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 2 മാസത്തേക്ക് 160.8. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഇവിടുത്തെ ബില്ല് കണക്കാക്കണം. അപ്പോൾ നിങ്ങൾ ഈ ടേബിളിലേക്ക് ഒന്ന് വരിക. ടേബിളിലേക്ക് വരുമ്പോൾ 160.8 വരുന്ന വാല്യൂ നിങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കടാ, കൺസംഷൻ 101 മുതൽ 150 വരെ. അതെടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ വാല്യൂ എത്രയായിരുന്നു? 160.8 ആയിരുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്ന ആ ഒരു ടേബിൾ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കുക, ഇവിടെ 151 മുതൽ 200 വരെ. അതിൻ്റെ ഇടയിലല്ലേടാ മക്കളെ 160 വരുന്നത്. മനസ്സിലാക്കുക, 151 തുടങ്ങി 200 വരെയുള്ള ആ ഒരു റേഞ്ചിന്റെ ഇടയിലാണ് എന്ത് വരുന്നത്? അതിന്റെ ഏകദേശം നടുക്ക ഭാഗത്താണ് എന്ത് വരുന്നത്? 160 വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഏത് വാല്യൂ എടുക്കണം? ഈ ഒരു വാല്യൂ എടുക്കണം. ഏതെടുക്കണം? ഈ ഒരു വാല്യൂ. അതിനകത്ത് എനർജി ചാർജ് പെർ യൂണിറ്റ് നോക്കുക. നമ്മൾ സിംഗിൾ ഫേസ് ആണ് നോക്കുന്നത്. സിംഗിൾ ഫേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 7.2 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, 7.2. തെറ്റിക്കരുത് നിങ്ങൾ ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ബോക്സിലേക്ക് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ആ വാല്യൂ എവിടെയാണ് കിടക്കുന്നത് നോക്കുക. എന്നിട്ട് അവിടുത്തെ എന്ത് എടുക്കുക? എനർജി ചാർജ് പെർ യൂണിറ്റ് എടുക്കുക. എന്നിട്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, യെസ്, കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. എനിക്കറിയാം കുറച്ച് ലെങ്ത് കൂടിപ്പോയി എന്ന്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ എത്ര നേരം എടുത്താലും നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടി 160.8 ഇൻറ്റു എന്ത് ചെയ്യണം? 7.2. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കിട്ടും 1157. എത്ര കിട്ടൂടാ? യെസ്, 76 റുപ്പീസ് കിട്ടും. ഓക്കെ, 1157.76 റുപ്പീസ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ബില്ല്. ഇത് ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇവിടുത്തെ ചാർജ് കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പോൾ കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾ സെറ്റാക്കിയിട്ട് എടുക്കണം. കാര്യം നിങ്ങളുടെ SSLC എക്സാമിന് കാൽക്കുലേഷന് വേണ്ടി സമയം കളയാനില്ല. നിങ്ങളുടെ പരീക്ഷയുടെ സമയം അത്രയേ ഉള്ളൂ. 1.5 മണിക്കൂറല്ലേ നിങ്ങളുടെ പരീക്ഷയുള്ളൂ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാൽക്കുലേഷൻ മുമ്പ് തന്നെ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. മറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് ലേറ്റ് ആവുന്നത്. പിന്നെ അതുപോലെ എൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുന്നതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സോ താങ്ക് യു, ബൈ.